My name is Sadgamaya and I am a student of USLA. Today I am going to talk about how we can create a positive question in present continuous tense. Okay, so let's start. Okay, നമ്മൾ ലാസ്റ്റ് വീഡിയോയിൽ എന്തായിരുന്നു പഠിച്ചത്? നമ്മൾ പ്രസൻറ്റ് കണ്ടിന്യൂസ് ടെൻസിൽ നെഗറ്റീവ് സെൻറ്റൻസ് ആയിരുന്നു നമ്മൾ ലാസ്റ്റ് വീഡിയോയിൽ ഡിസ്കസ് ചെയ്തത് അല്ലേ? അപ്പോൾ നമ്മൾ പ്രസൻറ്റ് കണ്ടിന്യൂസിൽ എന്തൊക്കെ പഠിച്ചു? പ്രസൻറ്റ് കണ്ടിന്യൂസ് ടെൻസിൽ നമ്മൾ എങ്ങനെയാണ് പോസിറ്റീവ് സെൻറ്റൻസ് മേക്ക് ചെയ്യുന്നത്, അതുപോലെ എങ്ങനെയാണ് നെഗറ്റീവ് സെൻറ്റൻസ് മേക്ക് ചെയ്യുന്നത് നമ്മൾ പഠിച്ചു കഴിഞ്ഞു അല്ലേ? ഓക്കെ, അപ്പോൾ നമുക്ക് ഈ രണ്ട് സെൻറ്റൻസും മേക്ക് ചെയ്യണത് നമുക്ക് രണ്ട് റൂൾ ഉണ്ടായിരുന്നു അല്ലേ? ഇല്ലായിരുന്നോ? ഉണ്ടല്ലേ? ഏതൊക്കെയായിരുന്നു ആ റൂൾ എന്ന് എല്ലാവർക്കും ഓർമ്മയുണ്ടോ? ഓക്കെ, വെരി ഗുഡ്. അപ്പോൾ നിങ്ങൾ റൂൾസ് ഒന്നും മറന്നു പോകരുത്. ഓക്കെ, ഞാൻ പറഞ്ഞ പോലെ തന്നെ ബൈഹാർട്ടാക്കി പഠിക്കാൻ പാടില്ല. എങ്ങനെയാണ് പഠിക്കേണ്ടത്? മനസ്സിലാക്കി വേണം പഠിക്കാൻ. മനസ്സിലാക്കി പഠിച്ചാൽ എന്ത് നമുക്ക് മേക്ക് ചെയ്യാൻ പറ്റുള്ളൂ? സെൻറ്റൻസ് നമുക്ക് മേക്ക് ചെയ്യാൻ പറ്റും. ഓക്കെ, അതെല്ലാവർക്കും ഓർമ്മയുണ്ടല്ലോ? ഓക്കെ, അപ്പോൾ നമ്മൾ ഇന്ന് പഠിക്കാൻ പോകുന്നത് പ്രസൻറ്റ് കണ്ടിന്യൂസ് ടെൻസിൽ എങ്ങനെയാണ് പോസിറ്റീവ് ക്വസ്റ്റ്യൻ മേക്ക് ചെയ്യുന്നതാണ് നമ്മൾ ഇന്ന് പഠിക്കാൻ പോകുന്നത്. ഓക്കെ, ആർ യു റെഡി? ഓക്കെ, അപ്പോൾ നമ്മൾ ഇതുവരെ പഠിച്ച പോലെ എല്ലാത്തിനും റൂൾ ഉണ്ടായിരുന്നു. അപ്പോൾ നമ്മൾ ഇന്ന് പഠിക്കാൻ പോകുന്ന ഇതിനൊരു റൂളുണ്ട്. അപ്പോൾ നമുക്ക് വേഗം റൂളിലേക്ക് പോയാലോ? ഓക്കെ, റൂൾ ഇതാണ്: ഈസ് ഓർ ആം ഓർ ആർ പ്ലസ് സബ്ജക്റ്റ് പ്ലസ് V1 പ്ലസ് ING പ്ലസ് ഒബ്ജക്റ്റ്. ഈസ് ഓർ ആം ഓർ ആർ പ്ലസ് സബ്ജക്റ്റ് പ്ലസ് V1 പ്ലസ് ING പ്ലസ് ഒബ്ജക്റ്റ്. നമ്മൾ ഈസ് ആം ആർ ഇതിന് വേറൊരു വേർഡ് പറയല്ലായിരുന്നു. നമ്മൾ എന്തായിരുന്നു പറഞ്ഞത്? ഈസും ആമും ആറൊക്കെ എന്താണ്? ഓക്സിലറി വേർബ്സ് ആണല്ലേ. നമുക്ക് ഇങ്ങനെ പറയാം: ഓക്സിലറി വേർബ്സ് പ്ലസ് സബ്ജക്റ്റ് പ്ലസ് V1 പ്ലസ് ING പ്ലസ് ഒബ്ജക്റ്റ്. നമുക്ക് ഇങ്ങനെ പറയാം. പക്ഷെ നിങ്ങൾക്ക് കൂടുതൽ മനസ്സിലാകാൻ വേണ്ടിയിട്ടാണ് ഞാൻ ഏതൊക്കെയാണ് ഓക്സിലറി വെർബ് നിങ്ങളോട് മറന്നു പോകാണ്ടിരിക്കാൻ വേണ്ടിയിട്ടാണ് ഞാൻ ഫസ്റ്റ് 3 ഓക്സിലറി വെർബും പറഞ്ഞത്. നമുക്ക് ഇങ്ങനെയും പറയാം കേട്ടോ. നമുക്ക് ഒന്നെങ്കിൽ ഇങ്ങനെ പറയാം: ഈസ് ഓർ ആം ഓർ ആർ പ്ലസ് സബ്ജക്റ്റ് പ്ലസ് V1 പ്ലസ് ING പ്ലസ് ഒബ്ജക്റ്റ് എന്നും പറയാം. അതുപോലെ ഓക്സിലറി വേർബ്സ് പ്ലസ് സബ്ജക്റ്റ് പ്ലസ് V1 പ്ലസ് ING പ്ലസ് ഒബ്ജക്റ്റ് എന്ന് നമുക്ക് പറയാം. ഓക്കെ, അപ്പോൾ നിങ്ങൾ ഇതുവരെ നമ്മൾ എല്ലാ റൂളും നമ്മൾ നല്ലോണം മനസ്സിലാക്കി പഠിച്ചിട്ടുണ്ട്. അതുപോലെ ഈ റൂളും നിങ്ങൾ മനസ്സിലാക്കി പഠിക്കണം. ഓക്കെ, അപ്പോൾ നമുക്ക് 2 ടൈപ്സ് ഓഫ് സബ്ജക്ട്സ് ഉണ്ടായിരുന്നു. ഏതൊക്കെയായിരുന്നു നമ്മുടെ 2 ടൈപ്സ് ഓഫ് സബ്ജക്ട്സ്? ഏതൊക്കെയാണ്? സിംഗുലർ സബ്ജക്റ്റ് ആൻഡ് പ്ലൂറൽ സബ്ജക്റ്റ്. ഏതൊക്കെയാണ്? സിംഗുലർ സബ്ജക്റ്റ് ആൻഡ് പ്ലൂറൽ സബ്ജക്റ്റ്. ഇത് നിങ്ങളോട് മറന്നുപോയില്ല. എന്തുകൊണ്ടാണ്? നമ്മളെല്ലാ വീഡിയോസിലും ഫസ്റ്റ് നമ്മൾ ഇത് പറയുന്നുണ്ട് അല്ലേ, നമ്മുടെ 2 ടൈപ്സ് ഓഫ് സബ്ജക്ട്സ്. അതുകൊണ്ട് മറന്നുപോയില്ല. ഓക്കെ, അപ്പോൾ നമ്മൾ എപ്പോഴും സ്റ്റാർട്ട് ചെയ്യുന്ന ഏത് സബ്ജക്റ്റ് വെച്ചാൽ? സിംഗുലർ സബ്ജക്റ്റ്. അപ്പോൾ നമുക്ക് ഇന്നും സിംഗുലർ സബ്ജക്റ്റ് വെച്ച് സ്റ്റാർട്ട് ചെയ്യാം. ഓക്കെ, ആർ യു റെഡി? ഓക്കെ, അപ്പോൾ നമുക്ക് എങ്ങനെയാണ് ക്വസ്റ്റ്യൻ സിംഗുലർ സബ്ജക്റ്റിൽ മേക്ക് ചെയ്യാൻ നമുക്ക് നോക്കാം. ആർ യു റെഡി? ഓക്കെ, അപ്പോൾ ഫസ്റ്റ് ഞാനൊരു ക്വസ്റ്റ്യൻ പറയാം. അതിനുശേഷം നമ്മുടെ റൂളുമായിട്ട് നമുക്ക് കമ്പയർ ചെയ്യാം. അങ്ങനെ ആകുമ്പോൾ നിങ്ങൾക്ക് ഈസി ആയിട്ട് എന്ത് ചെയ്യാൻ പറ്റും? പഠിക്കാൻ പറ്റും അല്ലേ? ഓക്കെ, ഇതാണ് ക്വസ്റ്റ്യന്. ഇസ് ഡാന വാക്കിംഗ് ത്രൂ ദ സ്ട്രീറ്റ്? ഇസ് ഡാന വാക്കിംഗ് ത്രൂ ദ സ്ട്രീറ്റ്? ഡാന സ്ട്രീറ്റിലൂടെ നടക്കുകയാണോ? ഇസ് ഡാന വാക്കിംഗ് ത്രൂ ദ സ്ട്രീറ്റ്? ഡാന സ്ട്രീറ്റിലൂടെ നടക്കുകയാണോ? അപ്പോൾ നിങ്ങൾക്ക് ക്വസ്റ്റ്യൻ ക്ലിയർ ആണോ? ഇസ് ഡാന വാക്കിംഗ് ത്രൂ ദ സ്ട്രീറ്റ്? ഡയാന സ്ട്രീറ്റിലൂടെ നടക്കുകയാണോ? ക്വസ്റ്റ്യൻ ആണേ. ഓക്കെ, അപ്പോൾ നമ്മളെ പ്രസൻറ്റ് കണ്ടിന്യൂസിൽ നമ്മൾ യൂസ് ചെയ്യുന്ന 3 ഓക്സിലറി വേർബ്സ് ഉണ്ട്. ഏതൊക്കെയാണ് നമ്മുടെ 3 ഓക്സിലറി വേർബ്സ്? വെരി ഗുഡ്. ഈസ്, ആം, ആർ. ഏതൊക്കെയാണ്? ഈസ്, ആം, ആർ. നമ്മൾ ഇവിടെ യൂസ് ചെയ്ത ഓക്സിലറി വെർബ് ഏതാണ്? ഈസ് ആണല്ലേ. എന്തുകൊണ്ട് നമ്മളിവിടെ ഈസ് യൂസ് ചെയ്യാൻ കാരണം? സിംഗുലർ സബ്ജക്റ്റ് ആയതുകൊണ്ടാണ്. സിംഗുലർ സബ്ജക്റ്റ് എന്ന് പറയുന്ന ഒറ്റ, സിംഗുലർ എന്ന് പറയുന്ന ഒറ്റ എന്നുള്ള അർത്ഥമാണ്. അപ്പോൾ സിംഗുലർ സബ്ജക്റ്റിൽ നമ്മൾ ഈസാണ് യൂസ് ചെയ്യുക, ആമും യൂസ് ചെയ്യും. പക്ഷേ ആം ആരെപ്പരെ പോകൂ? ആമിന് ഒരൊറ്റ ഫ്രണ്ടേ ഉള്ളൂ. ആരാണ്? ഐ ആണ്. അപ്പോൾ ആം അതിൻ്റെ കൂടെ മാത്രമേ എന്താണ് ഫ്രണ്ട് ആവുള്ളൂ. അപ്പോൾ ഈസിനും ആറിനും ഒരുപാട് ഫ്രണ്ട്സിന് നമ്മൾ പറഞ്ഞതാണ്. അപ്പോൾ അതിൻ്റെ ഫ്രണ്ട്, ആമിൻ്റെ ഫ്രണ്ട് ഐ ആണ്, അതിൻ്റെ ഫ്രണ്ട് ആം ആണ്. ഈസിനും ആറിനും അതുപോലെയല്ല. ഈസിനും ആറിനും ഒരുപാട് ഫ്രണ്ട്സ് ഉണ്ട് അല്ലേ? അപ്പോൾ നമ്മുടെ സിംഗുലർ സബ്ജക്റ്റിൽ നമ്മൾ ഈസാണ് യൂസ് ചെയ്യുക, പ്ലൂറലിൽ നമ്മൾ ആറാണ് യൂസ് ചെയ്യുക. പ്ലൂറൽ എന്ന് പറയുന്ന ഒന്നിലധികം ഉണ്ട്, അതുകൊണ്ട് നമ്മൾ ആറാണ് യൂസ് ചെയ്യുക. ഓക്കെ,
അപ്പോൾ നമുക്ക് നേരെ നമ്മുടെ ക്വസ്റ്റ്യനിലേക്ക് തിരിച്ചു വരാം. ഓക്കെ, എന്തായിരുന്നു നമ്മുടെ ക്വസ്റ്റ്യൻ? ഈസ് ഡയന വാക്കിംഗ് ത്രൂ ദ സ്ട്രീറ്റ്? ഡയന സ്ട്രീറ്റിലൂടെ നടക്കുകയാണോ എന്നാണ് നമ്മുടെ ക്വസ്റ്റ്യൻ. അപ്പോൾ നമ്മൾ ഓക്സിലറി വെർബ് വന്നു. അടുത്ത സബ്ജക്റ്റ് ഇവിടെ ആരാ പ്രവൃത്തി ചെയ്യുന്നത്? ഡയന. അപ്പോൾ സബ്ജക്റ്റ് വന്നു. അടുത്തത് വാക്കിംഗ്, വാക്കാണ് V1 ing ഫോം ആഡ് ചെയ്തപ്പോൾ വാക്കിംഗ് ആയി. ഈസ് ഡയന വാക്കിംഗ് ത്രൂ ദ സ്ട്രീറ്റ്? ത്രൂ ദ സ്ട്രീറ്റ് എന്താണ്? ഒബ്ജക്റ്റ് സെക്ഷനിലേക്ക് പോകും. ഈസ് ഡയന വാക്കിംഗ് ത്രൂ ദ സ്ട്രീറ്റ്? ഡയന സ്ട്രീറ്റിലൂടെ നടക്കുകയാണോ? ഈസ് ഡയന വാക്കിംഗ് ത്രൂ ദ സ്ട്രീറ്റ്? ഡയന സ്ട്രീറ്റിലൂടെ നടക്കുകയാണോ? അപ്പം നമ്മുടെ റൂളും സെൻറ്റൻസും നമ്മൾ കമ്പയർ ചെയ്തപ്പോൾ റെഡി അല്ലേ? കറക്റ്റ് അല്ലേ? നിങ്ങൾക്ക് എങ്ങനെയാണ് സെൻറ്റൻസ് ക്വസ്റ്റ്യൻ മേക്ക് ചെയ്യേണ്ടത് മനസ്സിലായോ? ഓക്കെ, അപ്പോൾ നമുക്ക് 2 ക്വസ്റ്റ്യൻ കൂടി നോക്കാം. ഈസ് ഷീ ബേക്കിംഗ് കപ്പ് കേക്ക്സ്? ഈസ് ഷീ ബേക്കിംഗ് കപ്പ് കേക്ക്സ്? അവൾ കപ്പ് കേക്ക് ബേക്ക് ചെയ്യുകയാണോ? അവൾ കപ്പ് കേക്ക് ബേക്ക് ചെയ്യുകയാണോ? ഈസ് ഷീ ബേക്കിംഗ് കപ്പ് കേക്ക്സ്? നമുക്ക് വേറെ ഒന്ന് നോക്കാം. ഈസ് രവി ഗോയിങ് ടു ദ മാർക്കറ്റ്? ഈസ് രവി ഗോയിങ് ടു ദ മാർക്കറ്റ്? രവി മാർക്കറ്റിലേക്ക് പോവുകയാണോ? ഈസ് രവി ഗോയിങ് ടു ദ മാർക്കറ്റ്? രവി മാർക്കറ്റിലേക്ക് പോവുകയാണോ? ഓക്കെ, അപ്പോൾ നിങ്ങൾക്ക് എല്ലാവർക്കും സിംഗുലർ സബ്ജക്റ്റിൽ എങ്ങനെയാണ് ക്വസ്റ്റ്യൻ മേക്ക് ചെയ്യേണ്ടതെന്ന് മനസ്സിലായോ? ഇസ് ഇറ്റ് ക്ലിയർ? ഓക്കെ, അപ്പോൾ നമ്മളെല്ലാവരും സിംഗുലർ സബ്ജക്റ്റിൽ എങ്ങനെയാണ് ക്വസ്റ്റ്യൻ മേക്ക് ചെയ്യേണ്ടത് നമ്മൾ പഠിച്ചു കഴിഞ്ഞു അല്ലേ? പഠിച്ചില്ലേ? ഓക്കെ, നമ്മൾ അടുത്തതായിട്ട് പഠിക്കാൻ പോകുന്നത് പ്ലൂറൽ സബ്ജക്റ്റിൽ എങ്ങനെയാണ് ക്വസ്റ്റ്യൻസ് മേക്ക് ചെയ്യേണ്ടതെന്നാണ്. ഓക്കെ, അപ്പോൾ നിങ്ങൾ പ്ലൂറലിൽ എങ്ങനെയാണ് ക്വസ്റ്റ്യൻ മേക്ക് ചെയ്യണമെന്ന് നമ്മൾ പഠിക്കാൻ റെഡി അല്ലേ? റെഡി. ഓക്കെ, അപ്പോൾ നമ്മൾ നേരത്തെ ചെയ്ത പോലെ ഞാനൊരു ക്വസ്റ്റ്യൻ പറയും, അത് കഴിഞ്ഞിട്ട് നമ്മുടെ റൂളുമായിട്ട് നമുക്ക് കമ്പയർ ചെയ്യാം. ഓക്കെ, ആർ യു ബൈയിങ് ന്യൂ ഡ്രസ് ഫോർ ദ വെഡ്ഡിങ്? ആർ യു ബൈയിങ് ന്യൂ ഡ്രസ് ഫോർ ദ വെഡ്ഡിങ്? നീ കല്യാണത്തിലേക്ക് പുതിയ ഡ്രസ്സ് വാങ്ങുകയാണോ? നമ്മൾ ചോദിക്കാറില്ലേ, നീ കല്യാണത്തിലേക്ക് പുതിയ ഡ്രസ്സ് വാങ്ങുകയാണോ എന്ന്? അതെങ്ങനെയാണ് നമ്മൾ ഇംഗ്ലീഷിൽ ചോദിക്കുക? ആർ യു ബൈയിങ് ന്യൂ ഡ്രസ് ഫോർ ദ വെഡ്ഡിങ്? ആർ യു ബൈയിങ് ന്യൂ ഡ്രസ് ഫോർ ദ വെഡ്ഡിങ്? ഓക്കെ, അപ്പോൾ നമ്മുടെ റൂൾ എടുക്കാൻ നമുക്ക് കമ്പയർ ചെയ്യാം. ഇവിടെ നമ്മൾ യൂസ് ചെയ്ത ഓക്സിലറി വെർബ് ഏതാണ്? ആറാണ്. എന്തുകൊണ്ടാണ് നമ്മൾ നേരത്തെ പറഞ്ഞു? എന്തുകൊണ്ടായിരുന്നു? പ്ലൂരലിന് നമ്മൾ ആറാണ് യൂസ് ചെയ്യുക. പ്ലൂരൽ എന്ന് പറയുന്നത് ഒന്നിലധികമാണ്. അപ്പം നമ്മളിവിടെ ആറാണ് യൂസ് ചെയ്യേണ്ടത്. അപ്പോൾ ഓക്സിലറി വെർബായി സബ്ജക്റ്റ് ഇവിടെ ആരാ? പ്രവൃത്തി ചെയ്യുന്ന യു, നീയാണല്ലേ? ആർ യു ബൈയിങ്? V1 ബൈ ing ആഡ് ചെയ്യുമ്പോൾ ബൈയിങ്. ആർ യു ബൈയിങ്? ബാക്കി നമ്മുടെ ഒബ്ജക്റ്റ് സെക്ഷൻ. ന്യൂ ഡ്രസ് ഫോർ ദ വെഡ്ഡിങ്. ആർ യു ബൈയിങ് ന്യൂ ഡ്രസ് ഫോർ ദ വെഡ്ഡിങ്? നീ കല്യാണത്തിലേക്ക് പുതിയ ഡ്രസ്സ് വാങ്ങുകയാണോ? ഓക്കെ, ക്ലിയർ ആണോ? ഓക്കെ, അപ്പോൾ നമുക്ക് 2 ക്വസ്റ്റ്യൻ കൂടി നോക്കാം. ആർ ദേ പ്രാക്ടീസിങ് ഡാൻസ് ഫോർ ദ ന്യൂ ഇയർ പ്രോഗ്രാം? ആർ ദേ പ്രാക്ടീസിങ് ഡാൻസ് ഫോർ ദ ന്യൂ ഇയർ പ്രോഗ്രാം? അവർ ന്യൂ ഇയർ പ്രോഗ്രാമിലേക്കുള്ള ഡാൻസ് പ്രാക്ടീസ് ചെയ്യുകയാണോ? അവർ ന്യൂ ഇയർ പ്രോഗ്രാമിലേക്കുള്ള ഡാൻസ് പ്രാക്ടീസ് ചെയ്യുകയാണോ? ആർ ദേ പ്രാക്ടീസിങ് ഡാൻസ് ഫോർ ദ ന്യൂ ഇയർ പ്രോഗ്രാം? ആർ ദേ പ്രാക്ടീസിങ് ഡാൻസ് ഫോർ ദ ന്യൂ ഇയർ പ്രോഗ്രാം? ഓക്കെ, അപ്പോൾ നമുക്കൊരു ക്വസ്റ്റ്യൻ കൂടി നോക്കാം. ആർ ദേ മേക്കിംഗ് ഐസ്ക്രീം? ആർ ദേ മേക്കിംഗ് ഐസ്ക്രീം? അവർ ഐസ്ക്രീം ഉണ്ടാക്കുകയാണോ? അവർ ഐസ്ക്രീം ഉണ്ടാക്കുകയാണോ എന്നാണ് ചോദിക്കുന്നത്. ഓക്കെ, അപ്പോൾ നിങ്ങൾക്ക് എങ്ങനെയാണ് സിംഗുലറിലും പ്ലൂറലിലും ക്വസ്റ്റ്യൻസ് മേക്ക് ചെയ്യേണ്ടതെന്ന് മനസ്സിലായോ? ഇസ് ഇറ്റ് ക്ലിയർ? ഓക്കെ, പിന്നെ നിങ്ങൾ വേറൊരു കാര്യമുണ്ട്, മെയിനായിട്ടുള്ളതാണ്. നമ്മൾ ക്വസ്റ്റ്യൻസ് മേക്ക് ചെയ്യുമ്പോൾ നിങ്ങൾ ഈ 2 കാര്യവും നല്ലതുപോലെ ശ്രദ്ധിക്കണം. എന്താണെന്ന് വെച്ചാൽ ഫസ്റ്റിൽ നിങ്ങൾ യൂസ് ചെയ്യുന്ന നമ്മൾ ഏതൊരു ക്വസ്റ്റ്യൻ മേക്ക് ചെയ്യുമ്പോൾ ഫസ്റ്റിൽ നമുക്ക് ഓക്സിലറി വെർബാണ് സ്റ്റാർട്ട് ചെയ്യേണ്ട. ഓക്സിലറി വെർബ് വെച്ചിട്ടാണ്. പിന്നെ അവസാനം നിങ്ങളൊരു ക്വസ്റ്റ്യൻ മാർക്ക് ഉണ്ട്. ക്വസ്റ്റ്യൻ മാർക്ക് ഇടാൻ ആരും മറക്കരുത് കേട്ടോ. നമുക്ക് പല സ്ഥലത്തും മാർക്ക് പോകാറുണ്ട് അല്ലേ? എങ്ങനെ? നമുക്കിപ്പോൾ ഒരാളെ ഇത് തന്നിട്ട് എന്താ ചെയ്യേണ്ടത്? ഇവരോട് ചോദിക്കാൻ പറ്റുന്ന ക്വസ്റ്റ്യൻസ് മേക്ക് ചെയ്യാൻ പറയും. പക്ഷേ അവിടെ ഒരു ക്വസ്റ്റ്യൻ മാർക്കില്ലേ, നമുക്ക് എന്താണ്, അര മാർക്ക് പോകും അല്ലേ? പോയില്ലേ? നമ്മളിപ്പോൾ ഒരു കഥ, ഒരു സ്റ്റോറീനെ ബേസ് ചെയ്തിട്ട് നമുക്ക് ഒരാളെ തരും, അതിലത്തെ ക്യാരക്ടർ. ആ ക്യാരക്ടറിനോട് നമ്മളിപ്പോൾ ആർട്ടിസ്റ്റിൻ്റെ സ്റ്റോറിയാണെന്ന് വെക്കുക. അപ്പോൾ ആർട്ടിസ്റ്റിൻ്റെ സ്റ്റോറിയിൽ നമുക്ക് നമ്മുടെ എക്സാമിന് വന്നൊരു ക്വസ്റ്റ്യൻ, നിങ്ങൾ ഈ ആർട്ടിസ്റ്റിനോട് ചോദിക്കേണ്ട ഒരു 5 ക്വസ്റ്റ്യൻ അല്ലെ 2-3 ക്വസ്റ്റ്യൻസ് മേക്ക് ചെയ്യാൻ പറഞ്ഞാൽ നമ്മൾ മേക്ക് ചെയ്യും. പക്ഷെ നമ്മളൊരു ക്വസ്റ്റ്യൻ മാർക്ക് പോയാൽ നമുക്കവിടെ അര മാർക്ക് മിസ്സാവും. ഓക്കെ, അപ്പോൾ നിങ്ങൾ ക്വസ്റ്റ്യൻ മാർക്ക് അതുപോലെ നമ്മുടെ ഫസ്റ്റ് തുടങ്ങേണ്ട ഓക്സിലറി വെർബ് വെച്ചിട്ടാണ്. അത് 2 മാർക്കരുത്. അതാണ് ഇതിൻ്റെ മെയിൻ. ഓക്കെ, അപ്പോൾ നമുക്ക് നെക്സ്റ്റ് വീഡിയോയിൽ കാണാം. ഓക്കെ, ദെൻ ബൈ.